ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ദുല്ലനി അലാ അമലിൻ യാ റസൂലല്ലാഹ്, ഒരു അമലിനെ കുറിച്ച് പറഞ്ഞു തരുമോ നബിയേ? ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ കടക്കുന്ന അമല്, മരണപ്പെട്ടു പോയാൽ സ്വർഗ്ഗത്തിന്റെ കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരുന്ന അമല്, മരണപ്പെട്ടു പോയാൽ സ്വർഗ്ഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുന്ന അമല്, മരണപ്പെടാൻ നേരത്ത് ഒരു വേദനയും അറിയാതെ സ്വർഗ്ഗത്തിന്റെ സുന്ദര രൂപഭാവങ്ങൾ ആസ്വദിച്ച് മരണപ്പെടുന്ന ഒരു അമലിനെ കുറിച്ച് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയാൻ ഒരുങ്ങുമ്പോ ആ വന്ന മനുഷ്യൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരുപാട് കട്ടിയുള്ള അമലൊന്നും പറയല്ലേ നബിയേ, എന്നെ കൊണ്ട് അത്രയും ചെയ്യാൻ പറ്റൂല റസൂലേ. ഒരുപാട് ഭാരമുള്ള അമലൊന്നും പറയല്ലേ നബിയേ, എന്നെ കൊണ്ട് അത്രയും ചെയ്യാൻ പറ്റൂല റസൂലേ. കുറഞ്ഞ എന്തെങ്കിലും പറയൂ നബിയേ. രാവിലെ പുലർന്നാല് കുടുംബം പോറ്റാൻ വേണ്ടി പണിക്ക് പോകുന്നവനാണ്, മടങ്ങി വന്നിട്ട് മാത്രമേ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് റസൂലേ, ഭാരമുള്ളതൊന്നും പറയല്ലേ നബിയേ. ആ പാവപ്പെട്ട സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, മോനെ, 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നീ ചെയ്താൽ സ്വർഗം കണ്ട് നിനക്ക് മരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ തുടങ്ങുമ്പോ ആവേശത്തോടെ ആ പ്രിയപ്പെട്ട സഹാബി കാത്തിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അഹ്സനുൽ ഖസസ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്കറിയാം. അതിനകത്ത് സുലൈഖ ബീവിയുടെ ചരിത്രമൊക്കെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പ്രത്യേക താല്പര്യമാണ്. അത് പൂങ്ങോടുകാർക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല, മൊത്തത്തിൽ എല്ലാവർക്കും ആ ഒരു ചരിത്രം കേൾക്കുമ്പോൾ ഒരു രസമാണ്, അങ്ങനെയാണ്. പക്ഷെ അതിന്റെ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ യാത്ര ചെയ്തു പോയ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തീപാറുന്ന ചരിത്ര ശകലങ്ങളെ ചിലപ്പോ എല്ലാവരും തിരിച്ചറിയൂല, എല്ലാവരും പഠിക്കാൻ മനസ്സ് കാണിക്കൂല. അത് പഠിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കുളിര് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. സ്വന്തം കൂടപ്പിറപ്പുകൾ ചതിയിലൂടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ചരിത്രം നമുക്കറിയാം. അവിടുന്ന് അത്ഭുതകരമായി കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വഴിയാത്രക്കാരുടെ കയ്യിലെത്തിച്ച് അടിമയായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചു കാലം ജീവിക്കുകയാണ്. അവസാനം രാജ്ഞിയായ സുലൈഖ ബീവിയുടെ കുതന്ത്രത്തിൽ വീണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ അകപ്പെടുകയാണ്. വീണ്ടും അവിടുന്ന് പരീക്ഷണത്തിന്റെ മറ്റൊരു തീച്ചൂളയെ തരണം ചെയ്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ രാജാധികാരം ഏറ്റെടുത്ത് രാജാവായി മാറുകയാണ്. ആലോചിക്കണം, എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് ചിന്തിക്കണം. ഈ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ അധികാരവും ഏറ്റെടുത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ തന്റെ കുടുംബങ്ങളെ തിരിച്ചു കിട്ടി. എല്ലാ സൗഭാഗ്യങ്ങളും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈക്കലേക്ക് വന്നപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നു, ഇനി നിനക്ക് എന്താണ് വേണ്ടത് യൂസുഫേ? എല്ലാം നിനക്ക് തന്നല്ലോ, നഷ്ടപ്പെട്ടു എന്ന് നീ കരുതിയ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നീ മനസ്സിലാക്കിയ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ്. എന്താണ് യൂസുഫ് നബിയെ താങ്കൾക്ക് ഇനി വേണ്ടത്? ഏതെല്ലാം ഭാഗത്തിരുന്ന് താങ്കളെ ഈ രീതിയിലേക്ക്, ഈ ഉയർച്ചയിലേക്ക്, ഈ വളർച്ചയിലേക്ക് ഞാൻ കൊണ്ടുവന്നു, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അന്ത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ.
പൊട്ടക്കിണറ്റിന്റെ അകത്ത് നിന്ന് കൂടപ്പുറപ്പുകളുടെ ചതിപ്രയോഗത്തിൽ വീണു പതിഞ്ഞുപോയ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ കിണറ്റിന്റെ അകത്തിരുന്ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന പടച്ച തമ്പുരാനോട് അവിടുന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നൊരു രാജ്യത്തിന്റെ രാജപദവി കൊടുത്ത് അനുഗ്രഹിച്ച അലങ്കരിച്ച പടച്ച തമ്പുരാനോട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? എല്ലാം പണത്തിന്റെ മുകളിൽ അവസാനിക്കുമെന്ന് കരുതി പോകുന്ന കാളികാവിലെ പൂങ്കോട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കുറച്ച് സൗഭാഗ്യങ്ങൾ ലഭിച്ചുപോയാൽ, കുറച്ച് സമ്മാനങ്ങൾ ലഭിച്ചുപോയാൽ, ആഡംബരത്തിൽ ആടിത്തിമിർക്കുന്ന സൗഭാഗ്യ ജീവിതം ലഭിച്ചുപോയാൽ അതിൽ തന്നെ എല്ലാം മതിയായെന്ന് ചിന്തിക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെക്കണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വർത്തമാനം. തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചവനെ, ഇനി എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഇനി എനിക്ക് പറയാൻ ഒരേ ഒരു പ്രധാനപ്പെട്ട ആവശ്യമേ ഉള്ളൂ. എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ.